വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ധന്യ കീഴടങ്ങിയത്. 18 വർഷത്തോളം വലപ്പാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രതി 20 കോടിയോളം രൂപയാണ് സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ വിശ്വാസ്യത മുതലെടുത്ത് നടത്തിയ വലിയൊരു തട്ടിപ്പ്, അത് ഒന്നും രണ്ടൊന്നുമല്ല, 10-20 കോടിയോളം രൂപയുടെ തട്ടിപ്പ്, ഈ പ്രതിയുടെ കീഴടങ്ങൽ എങ്ങനെയായിരുന്നു? അല്പസമയങ്ങൾക്ക് മുൻപാണ് കൊല്ലത്തെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി നേരിട്ട് കീഴടങ്ങിയത്. ഈ പ്രതിക്കായി തൃശൂർ വലപ്പാട് പോലീസ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കി 7 സംഘത്തെ നിയോഗിച്ച് കൊല്ലത്തും തൃശൂരിലും ഇവർ ഒളിവിൽ പോകാനിടയുള്ള മറ്റു പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് പ്രതി കീഴടങ്ങിയിരിക്കുന്നത്. വലപ്പാട് പോലീസ് ഓഫീസറെ നേരിട്ട് വിളിച്ച് കൊല്ലം സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അറിയിച്ചതിന് ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയാണ് പ്രതി 5 മണിയോടുകൂടി കീഴടങ്ങിയത്. ഇവരെ സ്റ്റേഷനിൽ എത്തിക്കുന്നതായി ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും അടക്കം എത്തിയിരുന്നു. കഴിഞ്ഞ 18 വർഷമായി വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്ന ഇവർ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ആർജിച്ചതിന് ശേഷം 2019 മുതലുള്ള കാലയളവിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ വൻതോതിൽ തുക സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും ഇവർ ട്രാൻസ്ഫർ ചെയ്തതോടുകൂടിയാണ് സ്ഥാപനം നടത്തിയ ഓഡിറ്റിംഗിൽ തട്ടിപ്പ് വ്യക്തമായത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതി ഇവിടെ നിന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകളെ അറിയിച്ചതിന് ശേഷം സ്വന്തം വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു. ഈ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് സംഘം പ്രതിക്കായി അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സ്ഥാപനത്തിന്റെ അധികാരികൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കേസെടുത്തത്. ശരി ലെവിൻ, അങ്ങനെ തൃശൂരെ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത പ്രതി ധന്യ മോഹൻ കീഴടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന്.